നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിവാഹമണ്ഡപത്തിൽ നിന്ന് പോലീസ് എന്നെ വിലങ്ങണിയിച്ചു കൊണ്ടുപോകുന്നത് അവള് പലവട്ടം മനസ്സിൽ കണ്ടിട്ടുണ്ടാകും. അതിനുവേണ്ടി ആ അരവിന്ദൻ അവളും കൂടെ കുറെ ശ്രമിച്ചതാ. പക്ഷേ എന്നെ ഏട്ടനെയും വീഴ്ത്താൻ കുഴിച്ച കുഴിയില് അവര് തന്നെ മൂക്കും കുത്തി വീണു. പോലീസ് അവളെ വിലങ്ങണിയിച്ചു കൊണ്ടുപോയ ആ കാഴ്ചയുണ്ടല്ലോ, അതാണ് എന്റെ മനസ്സിൽ. പക്ഷേ അവളുടെ വിൽ പവർ സമ്മതിക്കണം. പോലീസ് ഒന്ന് തെറ്റുകൂടാതെ എഴുതാൻ പോലും അറിയാതിരുന്ന അവള് നമ്മളെ അറസ്റ്റിന്റെ വക്ക് വരെ കൊണ്ടെത്തിച്ചില്ലേ? കളിക്കുന്നത് ജാസ്മിനോടാണെന്ന് അവളെ മറന്നുപോയി. അവിടെ അവൾക്ക് പിഴച്ചത്. ആരും സഹായത്തിനില്ലാത്ത ഒരാളെ 4 ഭാഗത്ത് നിന്നും കല്ലെറിഞ്ഞ് വീഴ്ത്തുന്നതേ വലിയ മിടുക്കൊന്നും അല്ല. ജയിച്ചു എന്നാ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതെങ്കിലേ അത് വെറും തെറ്റിദ്ധാരണ മാത്രം. വിശാൽ ബ്രോ ഇതറിയുമ്പോഴേ കളി മാറും. കളി മാറുമെന്ന് എനിക്കും അറിയാം. പാർവതിയോടെ വിശാലിന് ഒരു സഹതാപം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശാൽ അവളുടെ കാര്യത്തില് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു. ദാറ്റ് ഈസ് പാസ്റ്റ്. പ്രസന്റ് ഈസ് പഞ്ചപാവത്തെ പോലെ നടന്നുകൊണ്ട് അവളെ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വിശാൽ അറിയുന്ന നിമിഷം ഗാർഗി പറഞ്ഞതുപോലെ കളി മാറും. പാർവതി അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് നീ പറഞ്ഞ വിശാൽ അത് വിശ്വസിക്കുന്നാണോ നീ കരുതിയിരിക്കുന്നെ? അതിന് പാർവതി വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഞാനല്ലല്ലോ. ഉയർന്ന റാങ്കിലുള്ള തോളത്ത് നക്ഷത്രങ്ങളും അശോകസ്തംഭങ്ങളുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ ജീവന് അപകടമുണ്ടെന്ന് എനിക്ക് ആദ്യമേ സൂചന കിട്ടി. ഞാൻ ബുദ്ധിപൂർവം നടത്തിയ നീക്കത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നയാളെ ഞാൻ കണ്ടെത്തി പോലീസിൽ ഇൻഫോം ചെയ്തു. വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ച എന്നെ ഇനി വിശാല് സ്നേഹിച്ചു തുടങ്ങും. നിങ്ങൾ കണ്ടോ? ഈ കഥ വിശ്വസിക്കാനേ വിശാൽ ബ്രോ ഒരു വിഡ്ഢിയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? കഥയോ? കഥയൊന്നുമല്ല പോലീസ് പറയുന്നത്, തെളിവുകൾ നിരത്തിയുള്ള ഫാക്ട്സ്. നീ പറഞ്ഞതിലേ ഒരു ശരിയുണ്ട്. ശക്തമായ തെളിവുകൾ നിരത്തി പാർവതി കുറ്റവാളിയാണെന്ന് DYSP പറയുമ്പോ വിശാലിനത് അംഗീകരിക്കേണ്ടി വരും. കാരണം വിശാല് നീ പറഞ്ഞതുപോലെ വിഡ്ഢിയല്ല. സ്വപ്നം കാണാൻ കാശ് ചെലവില്ലല്ലോ. അതുകൊണ്ട് നീ സ്വപ്നം കണ്ടോ. ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിന്റെ സന്തോഷത്തിൽ വിശാല് നിന്നെ കെട്ടുന്നതും നിങ്ങൾ ഹണിമൂൺ ആഘോഷിക്കുന്നതും അവന്റെ 100 മക്കളെ ഒക്കത്തെടുത്തോണ്ട് നടക്കുന്നതൊക്കെ നീ സ്വപ്നം കണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.